നമസ്കാരം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഭാഗം നമ്മൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ പരിചയപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങളെല്ലാവരും കണ്ടു, ഒരുപാട് കമൻറ്റുകളൊക്കെ ചോദിച്ചു, വളരെ സന്തോഷം. ജിച്ചേട്ടനും അതിലൊരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ പുള്ളി വളരെ സാറ്റിസ്ഫൈഡാണ് നിങ്ങളെ എല്ലാവരും ഈ പറഞ്ഞതിലെല്ലാം തന്നെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടാം പാർട്ട് കാണാം. എങ്ങനെയാണ് പുള്ളി ഇതിനെ പരിചരിക്കുന്നത്. വളരെ രസകരം, ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കേട്ടോ. ഇത്രയും നന്നായിട്ട് പക്ഷികളെ നോക്കുന്ന ഒരാളെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് പുള്ളി ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്കത് കാണാം. എങ്ങനെയാണ് ഇതിനെ പരിചരിക്കുന്നത്, ഇതിൻ്റെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന രീതി എങ്ങനെയാണ്, ഇവർക്ക് അസുഖം വന്നാൽ എന്ത് ചെയ്യണം, ഇവരെ കൂട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് എല്ലാവരും തരിക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഈ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ചേട്ടാ, അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ നമ്മളെ പ്രേക്ഷകരെല്ലാവരും സ്വീകരിച്ചു. അപ്പോൾ ഇനി രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത്, നിങ്ങളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സാധനം വളർന്നുണ്ടല്ലോ, അപ്പോൾ അതെല്ലാവർക്കും അറിയുക എന്നുള്ള ഉദ്ദേശം നമ്മുടെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ആഫ്രിക്കൻ ലവ് ബേർഡ്സിന് നമ്മൾ കൂട് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ? ഞാനിപ്പോൾ ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്ന കൂടെന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ കണ്ടോ, 2 അടിയാണ് ഇതിൻ്റെ നീളം. 2 അടി നീളം, 1.5 അടി ഉയരം, 1.5 അടി വീതിയാണ്. 2 അടിയാണ് നീളം അല്ലേ? 2 അടിയാണ് നീളം. ഇതിന് ബ്രീഡിംഗ് ബോക്സ് നമ്മളിത് പുറത്താണ് കട്ട് ചെയ്ത് വെച്ചാൽ കണ്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാൻഡാണിത്. ഈ സ്റ്റാൻഡ് വേണമെങ്കിൽ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടുണ്ടോ. ഈ ഗേജും റെഡിമെയ്ഡ് വരുന്നതാണ്. ഇത് നമ്മളെ എറണാകുളത്ത് ബീക്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഇതിന്റെ കടകളുണ്ട്. അവർ പുറത്തുനിന്ന് ഈ ഗേജും സാധനങ്ങളും ഇതിന്റെ എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവരെന്നാണ് നമ്മൾ ഇതൊക്കെ മേടിക്കുന്നത്. അപ്പൊ എല്ലാം ഞാൻ 2 അടിയുടെ ഗേജാണ് ഫുള്ള് ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതില് ഈ ഒരു ഇതിൽ കൂട്ടില് 2 അടിയുള്ള കൂട്ടില് എത്ര പക്ഷികളെ നമുക്ക് ഇടാൻ പറ്റുക? നമ്മളിപ്പോ 2 അടിയിലുള്ള കൂടില് ഒരു പെയറിനാണ് ഇട്ടേണത്. ഒരു പെയറാണ് 2 അടിയിൽ ഇടാൻ പറ്റുള്ളൂ. ഒരു കിടക്കാനുള്ള കൂടാണ് ഈ 2 അടി കൂട്. അതെ. അതിന് കൂടുതലിട്ട് ഇവർക്ക് പ്രശ്നം വരും. ഇവരെന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് ഭയങ്കര അഗ്രസീവ് ബേർഡ്സാ. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കൊത്തുകൂടലും കാര്യങ്ങളൊക്കെയാ. അപ്പൊ ഈ 2 അടിയിൽ ഒരു പെയർ ഇട്ട് കഴിഞ്ഞാൽ വേറെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവര് പെയറായി അവര് കറക്റ്റ് ആയിട്ട് ബ്രീഡാവും കാര്യങ്ങൾ ചെയ്യുമ്പോ. പിന്നെ നമ്മൾ ബ്രീഡിങ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലൈങ് ഗേജിനുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയിടുന്നത് നല്ലതാണ്. നമ്മൾ ബ്രീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ റെസ്റ്റ് കൊടുക്കേ. അപ്പം നമ്മൾ ഇതിന് വലിയ ഗേജിലേക്ക് വെറുതെ പറക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിടും. അതിന് വേണ്ടിയിട്ട് ഇവരുടെ തന്നെ റെഡിമെയ്ഡ് ഗേജ് വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഫ്ലൈങ് ഗേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇതും ഇതേപോലെ റെഡിമെയ്ഡ് വരുന്നതാണ്. ഇതാണെങ്കിൽ ഒരു 2 അടി നീളവും ഒരു 1.5 അടി വീതിയും 3 അടി ഉയരമുണ്ട് ഈ ഗേജിന്. അപ്പോൾ ഇതിലൊരു 2-3 പെയറിന് വെച്ച് ഇടാം. എന്നാലും ഒന്നിച്ചിടാൻ പറ്റില്ല. ഒരു 2 പേർ 3 പേരൊക്കെ ആണെങ്കിൽ അവരധികം കൊത്തുകൂടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പറന്ന് നടന്ന് ഒരു മാസം നമ്മൾ റെസ്റ്റിന് ഇതിലേക്ക് ഇടാം. ഇനിയിപ്പോൾ ഇതിലും വലിയ ഗേജ് അടിക്കാൻ സൗകര്യമുള്ളവർക്ക് വലിയ ഗേജിലിടാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത്തിരി സൗകര്യക്കുറവും കാര്യങ്ങളുള്ള കാരണം നമ്മൾ ഇങ്ങനത്തെ റെഡിമെയ്ഡ് ഗേജാണ്. പിന്നെ കാണാനും പിന്നെ ഈ ഗേജിന്റെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാലേ ഈ ഗേജുകൾക്ക് എല്ലാത്തിനും പ്ലാസ്റ്റിക്കിന്റെ ട്രേ ഉണ്ട്. അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ നമുക്ക് എളുപ്പം. ആ ട്രേ അങ്ങോട്ട് വലിച്ചെടുത്താൽ മതി. നമുക്ക് അറിയാനുള്ളതേ, എങ്ങനെയാണ് ഇവരെ ഒരു പ്രജനന കാലം, അതായത് ഇവര് മുട്ടയിടാൻ പ്രായമാവുന്ന എപ്പോഴാണ്, അപ്പൊ അവരെ ഇണ ചേർത്ത് കഴിഞ്ഞാൽ മുട്ടയിടുന്ന കാലാവധി, അത് വിരിയുന്നത്, അങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ? നമ്മളെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ബേഡ്സുകളെ മേടിച്ചിട്ടേ നമ്മളിവിടെ പെയർ സെറ്റ് ചെയ്യും. അതായത് ഏത് ബേഡിനെ ഏത് ബേഡിന്റെ കൂടെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായി DNA അടിക്കും വരാൻ. നമ്മൾ DNA ടെസ്റ്റ് ഇവിടെ എറണാകുളത്തുണ്ട്, അതുപോലെ തന്നെ പൂനെയിലും, അങ്ങനെ 1-2 സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അതെങ്ങനെയാ വെച്ചാൽ ഇതിന്റെ ഫെദർ ഉണ്ടല്ലോ, ചെറിയ ഫെദറുകള്, അത് പറിച്ചിട്ട് നമ്മ ഒരു കവറിൽ, അവരുടെ കവർ തരും അവര്. ആ കവറിൽ ഇട്ടിട്ട് ആ കവറിന്മേ നമ്മൾ ഈ ഏത് ബേഡാന്ന് വെച്ചാൽ ആ സ്പീഷ്യസിന്റെ പേര്, പിന്നെ നമ്മുടെ പേര്, നമ്മുടെ ഫാമിന് പേരുണ്ടെങ്കിൽ അത്, പിന്നെ ഇത് ബേഡിന്റെ ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ കാലുമ റിങ് ഇട്ടുണ്ടാവും. ഇപ്പൊ എൻ്റെ ആണെങ്കിൽ JR ബേഡ്സ് എന്നാണ് ഞാൻ എൻ്റെ ഇതിന് പേരിട്ടത്, എൻ്റെ ആവിയറിക്ക്. അപ്പൊ JR ബേഡ്സ് ഇപ്പൊ അതൊന്ന് കാലുമ കിടക്കുന്ന 1-ന്നോ 2-ന്നൊക്കെ നമ്പർ ആയിരിക്കും. അപ്പൊ 2-ന്ന് കിടക്കുന്ന കിളിയിലാണെങ്കിൽ നമ്മ അതിന്റെ ഫെദർ പറിച്ചിട്ട് ആ കവറുമ്പോ ഇട്ടിട്ട് അയച്ചു കൊടുക്കും. അപ്പൊ അവര് നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തരും. ഞാൻ കാണിച്ചു തരാം അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ. അത് നമുക്ക് അവിടെ എത്തി കഴിഞ്ഞാൽ അവർക്ക് ഒരു ടെസ്റ്റ് ചെയ്യാൻ ഒരു 10 മണിക്കൂറിന് താഴെ മതി. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോസ്റ്റിൽ എത്തേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മളിത് നമ്മൾ എറണാകുളത്തേക്ക് അയക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഇപ്പൊ AAK എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേഷൻ ഉണ്ട്, അതിൽ ഞാൻ ഇപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
അപ്പം ഞങ്ങൾക്ക് ഈ അസോസിയേഷനുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ പൂനെയിലേക്ക് അയക്കണത്. ആ, അല്ലെങ്കിൽ ഞാൻ ബീച്ചിൽ ചെയ്യാം. ഇല്ല, പൂനെയിൽ എത്താൻ ഒരു 4 ദിവസം എത്തി കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ അസോസിയേഷന് കാശ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ അന്ന് തന്നെ റിസൾട്ട് കിട്ടും. ആ, ഓൺലൈൻ വാട്സപ്പിൽ അവർ അയച്ചു തരും നമുക്ക് റിസൾട്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് നമുക്ക് സ്പീഡ് പോസ്റ്റിൽ വരും. ആ, ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കിളികൾക്ക് റിങ് ഇടണം, ഫെദർ പറിക്കണം, അയക്കണം, ഇത്തിരി ബുദ്ധിമുട്ടാ. റിങ് നമുക്ക് ഇതേപോലെ തന്നെ AK മെമ്പറിന്റെ ഒരു കോഴിക്കോട് ഒരു ആളുണ്ട്. ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ റിങ് അടിച്ചു കിട്ടും. ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ റിങ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ നമ്പർ കൊടുക്കാറുണ്ട് അല്ലേ? ഇനി ഇത് പ്രത്യേകം എടുക്കാനുള്ളത് നമ്മളിപ്പോ ഇവര് മുട്ടയിടുന്ന ആ കാലാവധി ഇത് നമ്മളിപ്പോ നമ്മുടെ കിളികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു 8 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അഡൽട്ട് ആവും. അപ്പോൾ ഒരു 8 മാസം തൊട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ബ്രീഡ് ചെയ്യിക്കാം. അത് ഓരോ കിളികളുടെ ഹെൽത്തും കാര്യങ്ങളും കണ്ടീഷനൊക്കെ അനുസരിച്ച് 8 മാസത്തിലോ അല്ലെങ്കിൽ 9 മാസത്തിലോ 10 മാസത്തിലോ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ എന്തായാലും ഒരു ഫുള്ള് ഇതായിട്ടുണ്ടാവും. ആ, അപ്പൊ നമുക്ക് ബ്രീഡ് ചെയ്യിക്കാം. ഇവര് ഒരു 5 മുട്ട തൊട്ട് ഒരു 6-7 മുട്ട വരെ ഇടുന്ന കിളികളുണ്ട്. അത് നമ്മുടെ ഫുഡിന്റെയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവരിടും. അതില് ചിലത് ചിലപ്പോ 3 കുഞ്ഞ് വിരിയുള്ളൂ, ചിലപ്പോ 2 കുഞ്ഞ്, ചിലപ്പോ ഫുള്ളും വിരിയും. എത്ര ദിവസം എടുക്കും ഇത് വിരിയാൻ? ഇത് വിരിയണമെങ്കിൽ ഒരു 21 ദിവസം തൊട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിരിഞ്ഞു തുടങ്ങും. 21, 22, 23 അങ്ങനെ. ചിലപ്പോ ആ കറക്റ്റ് ഡേറ്റിൽ വിരിയണമെന്നില്ല. ഇവര് ആദ്യം മുട്ടിട്ട് ചിലപ്പോൾ അന്നോട്ട് അത് അടയിരിക്കില്ലല്ലോ. ഇവര് മുട്ടയിടാൻ തന്നെ ഇന്നൊരു മുട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെ ഇടില്ല. അത് പെണ്ണ് ആ, പെണ്ണ് തന്നെയാണ് അടയിരിക്കുന്നത്. ഇത് 1.5 ആടാണ് മുട്ടയിടുള്ളൂ. അതെ. ആ, അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ അത് വിരിച്ചെല്ലും വ്യത്യാസം വരുമല്ലോ. 5 മുട്ട ഇടണമെങ്കിൽ 10 ദിവസമായി. അപ്പൊ നമ്മള് ഇനി എങ്ങനെയാണ് ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്യണവർക്ക് അടയിരിക്കാനെന്നുള്ള സംഭവം നമുക്കൊന്ന് പറഞ്ഞു തരാം. എങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യണേ? ഇതെങ്ങനെയാ വെച്ചാൽ ബ്രീഡിംഗ് ബോക്സ് നമ്മളായി തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗേജിന്റെ കമ്പി ഇതാക്കിയിട്ടാണ് ബ്രീഡിംഗ് ബോക്സ് നമ്മൾ വെച്ചിട്ട് ലോക്ക് ചെയ്യും. ഒരു കുളത്തൊക്കെ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ നെസ്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. എന്താണ് നെസ്റ്റിംഗ് മെറ്റീരിയൽ? അതായത് അല്ലെങ്കിൽ വെറും പലയാണുള്ളത് ബോക്സിന്റെ അടിയിൽ. അപ്പൊ ഈ മുട്ടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇരിക്കില്ല, മുട്ടയൊക്കെ അങ്ങോട്ട് കുരുണ്ടു പോകും. അപ്പൊ നമ്മ ആദ്യം പരിചയപ്പെടുള്ള പീച്ച് ബേസ് ഉണ്ടല്ലോ, അവരൊക്കെ ഈ നെസ്റ്റിംഗ് മെറ്റീരിയൽ ഇട്ട് കൊടുത്താലും നെസ്റ്റിംഗ് ചെയ്യൽ ഇത്തിരി കുറവാ. അപ്പൊ നമ്മുടെ ഈ വുഡ് ഷേവിങ് ഉണ്ട്, അത് നമ്മ മരക്കമ്പിൽ ഉണ്ടാവില്ലേ, അത് പോയി മേടിച്ച് തന്നിട്ട് ഞാൻ അത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും. മരം ഉണ്ടാക്കണോടുന്ന ഞങ്ങളുടെ അവിടുത്തെ പറയുകയാണെങ്കിൽ സിന്ദൂര് തള്ളാന്ന് പറയും. അതിന്റെ കഷ്ണങ്ങളുണ്ട്. അതിപ്പോ ഇതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പൊ ഇതേപോലത്തെ വുഡ് ഷേവിങ് വെച്ച് കഴിഞ്ഞാൽ മുട്ട കണ്ടോ, അതിൽ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കും. ഇതിപ്പോ 26-ാം തീയതി തൊട്ട് മുട്ട ഇട്ട് തുടങ്ങിയതാ. ഇപ്പൊ 4 മുട്ട ആയിട്ടുണ്ട്. അപ്പൊ 26 അങ്ങനെ വുഡ് ഷേവിങ് അത് അവര് അതിലിരുന്ന് മുട്ടിട്ട് അടിയിരുന്നോളും. അതന്നെ. നമ്മളിനി ഇതിന്റെ ഫുഡ് കൊടുക്കുന്ന രീതി, വെള്ളം കൊടുക്കുന്ന രീതി, ഇത് രണ്ടോടെ ഇനി നമുക്കറിയേണ്ടത്. നിങ്ങൾ കൊടുക്കുന്നത് എന്താണ് ശരിക്കും? നമ്മള് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാലേ ഇവരുടെ മെയിൻ തീറ്റ എന്ന് പറയുന്നത് ധാന്യങ്ങളാണ്, അതായത് സീഡ്സ്. അപ്പൊ നമ്മള് ഇവിടെ ആരോഗ്യ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ തെന മേടിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ഇമ്പോർട്ടഡ് സീഡ് മിക്സ് വരുന്നുണ്ട്, ഈ ബെൽജിയത്തിൽ നിന്നൊക്കെ. അത് ഞാൻ പറഞ്ഞില്ലേ, എറണാകുളത്തെ ഷോപ്പിൽ എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പൊ അവിടെ നിന്ന് അത് മേടിച്ചിട്ട് ഈ തെനയും ഈ സീഡ് മിക്സും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്യും. അത് സീഡ് മിക്സിന് ഒരു ചാക്ക് എന്ന് പറയുന്നത് ഒരു കിലോന് ഒരു 200 രൂപയുടെ അടുത്ത് വരും. ഒരു 180. അത് 20 കിലോന്റെ ചാക്ക് വരുന്നുണ്ട് ഡെല്ലി നേച്ചർ എന്ന് പറഞ്ഞ കമ്പനിയുടെ. 25 കിലോന്റെ ബെനോലെക്സ് എന്ന് പറയുന്ന കമ്പനിയിലും സീഡ് മിക്സ് വരുന്നുണ്ട്. പിന്നെ ഇവര് കഴിക്കുന്നത് വെജിറ്റബിൾസ് കഴിക്കും. അത് വെജിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ അടക്കളയിലത്തെ സാധനം കൊണ്ട് ചീവിയിട്ട് അത് വെച്ച് കൊടുത്താൽ അത് തിന്നവര്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ ആണെങ്കിൽ സ്പെഷ്യലായിട്ട് ഒരു എഗ് ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം മേടിക്കാൻ കിട്ടും നമുക്ക്, റെഡിമെയ്ഡ്. അതും നമ്മൾ കൊടുക്കാറുണ്ട്. അത് പുറത്തുനിന്ന് വരുന്നതാണ്. പിന്നെ എൻ്റെ ഇത്തിരി അധികം കിളിയുള്ള പറഞ്ഞാൽ ഞാൻ ആ എഗ് ഫുഡ് എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ഇത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കും. അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് പിന്നെ കോഴിമുട്ട, പിന്നെ ഈ പറയുന്ന ഈ മറ്റേ ക്യാരറ്റ്, ബീട്രൂട്ട്, അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു റെഡിമെയ്ഡ് എഗ് ഫുഡ് ഞാൻ ഉണ്ടാക്കും. ഈ കുഞ്ഞുങ്ങൾ ചിക്സ് വിരിഞ്ഞിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണമെങ്കിൽ ഒരു 4 കുഞ്ഞ് 5 കുഞ്ഞ് ഉണ്ടെങ്കിൽ ഈ സീഡ്സ് മാത്രം കൊടുത്താൽ കുഞ്ഞുങ്ങൾ പിക്കപ്പായി വരില്ല. എന്നുവെച്ചാൽ ഈ സീഡ്സിന്റെ ഒക്കെ അതിന്റെ പുറത്തുള്ള തൊലി പൊളിച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത്, ഉള്ളിലത്തെ കാമ്പാണ് ഇവർ കൊടുക്കുന്നത്.
അപ്പൊ കണ്ടമാനം അവർക്ക് പണിയെടുക്കണം. അപ്പൊ ഇതാണെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് കൊണ്ടു കൊടുക്കാം. ആ പിന്നെ ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനായ കാരണം എനിക്ക് ചോളം കിട്ടും തൃശ്ശൂരിൽ നിന്ന്. അതായത് ചോളം മൂത്തതല്ല, നമുക്ക് ചള്ള് ചോളം വേണം അവർക്ക്, അധികം മൂക്കാത്തത്. അല്ല, തൃശ്ശൂർ മാർക്കറ്റിൽ ചോളം വരും. അപ്പൊ നമുക്ക് പരിചയക്കാരുണ്ട്. അപ്പൊ അന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് മേടിക്കും. ഇപ്പൊ എനിക്കിപ്പോ കുറച്ച് നാളായിട്ട് ഇതേപോലെ തന്നെ കിളീനെ വളർത്തുന്ന ഒരു കൂട്ടുകാരുണ്ട്, നിഖിൽ എന്ന് പറഞ്ഞിട്ട്, ഈ ഊരത്തുള്ളതാ. അവന് ഓട്ടർസ്റ്റയാണ്. അപ്പൊ അവന്റെ അയൽവക്കത്ത് ആരോ ചോളം കൊടുക്കണ കാരണം അവൻ ഇവിടെയുള്ള കുറച്ച് കിളികളെ വളർത്തണം. ആളൊരു കിളി പ്രേമിയാണ്, കിളി ഉണ്ടാനും. അപ്പൊ ആള് നമുക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യും. ഇരിഞ്ഞാലോടക്കാര് വരും, ഇരിഞ്ഞാലോടേക്ക് അവൻ 2-3 ചാക്ക് ചോളായിട്ട് വരും. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും സപ്ലൈ ചെയ്യും, ആ കാശ് കൊടുത്താൽ മതി. അപ്പൊ എനിക്കതൊരു ഭയങ്കര ഉപകാരം. അല്ലെങ്കിൽ ഞാനിത് മേടിക്കാൻ വേണ്ടി തൃശ്ശൂർക്ക് പോകണം വണ്ടിയായിട്ട്. ഇതാകുമ്പോൾ അവൻ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങോട്ട് വരും. അപ്പൊ വിളിച്ച് പറയും ചേട്ടൻ എത്ര വേണം, അപ്പൊ അത് തരും. നമുക്ക് ആ മിക്സ് ഒന്ന് കാണാൻ പറ്റും. എന്റെ സീഡ് മിക്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സീഡ് മിക്സ്. ഇതിൽ പറയാൻ ഇമ്പോർട്ടഡും പിന്നെ അല്ലാത്ത തനകളല്ലാണ്ട് ഞാൻ കാണിച്ചു തരാം. ഇമ്പോർട്ടഡ് സീഡ് വേറെ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മ കിളികൾക്ക് കൊടുക്കുന്ന മിക്സ് ആണ്. ഇതിലിപ്പോ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ആരോഗ്യര തനയുണ്ട്, പിന്നെ സൺഫ്ലവർ സീഡ്, അങ്ങനെ ഇമ്പോർട്ടിന്റെ കുറെ മില്ലറ്റുകൾ എന്ന് പറയുന്നത് കുറെ മില്ലറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അത് ഞാൻ വേറെ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മ എന്നും കിളിക്ക് കൊടുക്കണ ഒരു മിക്സ് ആണ് ഇത്. അതെങ്ങനെയാ വെച്ചാൽ കിളിക്ക് കൊടുക്കണത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിളി ഇവരെ കൊടുക്കുമ്പോഴേ ഇവര് കണ്ടമാനം വേസ്റ്റ് ആക്കണതാ. അപ്പൊ സാധാരണ പാത്രത്തിലൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഈ എറണാകുളത്ത് ഇതേപോലത്തെ ഒരു പാത്രം വരുന്നുണ്ട്, ഫീഡർ. ഇത് ആഫ്രിക്കൻ ലബ് ഉണ്ടാകണ്ട. ഇവർക്ക് തല മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവര് പാത്രം അല്ല കൊത്തി കളയുന്ന ആൾക്കാരെ വരും. ഭയങ്കര കുറുമ്പ് അവർക്ക്. ഈ പാത്രം അവർക്ക് തല മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പാത്രം പിന്നെ ഈ സാധനം അവര് ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു കപ്പിൽ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കും ഫുള്ള്. അല്ല, ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞപ്പോ ഈ ഫീഡറിലായ കാരണം നമ്മുടെ കിളികൾക്ക് ഇതൊരു 3 ദിവസത്തേക്ക് തിന്നാനുണ്ടാവും. അല്ലെങ്കിൽ ഇത് ഒരു ഒറ്റ ദിവസം കൊണ്ട് തീർക്കും. ഈ ഫീഡർ അല്ലെങ്കിൽ ഫുള്ള് അവര് കളയും. ഇത് ഒറ്റ ദിവസം കൊണ്ട് അവര് ഇത് അവസാനിപ്പിക്കും. അപ്പൊ ഈ ഫീഡറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 ദിവസമൊക്കെ അപ്പൊ നമുക്കിങ്ങനെ അറിയാൻ പറ്റും. അപ്പൊ ഞാനത് ഇങ്ങനെ വെക്കും. ഇതും ഈ പറഞ്ഞ എറണാകുളത്ത് ബീക്സ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കടയിൽ കിട്ടും. ആ ഈ വൈറ്റ് കളറിലുള്ള ഫീഡർ തന്നെയാണ്. വേറൊരു പാത്രം ഇരിക്കണ്ടല്ലോ നിങ്ങൾ വേറെ ചെറിയ പാത്രം, അതിലെന്തോ ധാന്യം മുളച്ച് കിടക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ചെറുപയർ. ഇത് ചെറുപയർ ഇപ്പൊ ശരിക്കും ഇവർക്ക് ഡെയിലി ഇങ്ങനത്തെ എക്സ്ട്രാ ഒരു ഫുഡ് കൊടുക്കണം. ഇങ്ങനത്തെ ചെറിയ പാത്രത്തില് അതെ ഞാൻ പറഞ്ഞ ധാന്യങ്ങളുണ്ടല്ലോ സീഡ്, അത് ഫുൾ ടൈം അതായത് 24 മണിക്കൂറും ഈ ഗേജിലിരിക്കണം. ഈ സീഡും വെള്ളവും ഇത് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നതാണ്. ഇത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഇന്നലെ ഞാൻ കാലത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ചെറുപയർ വെള്ളത്തിലിടുന്നതാണ്. അത് വൈകുന്നേരം ആയപ്പോൾ എടുത്ത് വെള്ളം കളഞ്ഞ് ഒരു നെറ്റിൽ വാറാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് കാലത്ത് നിട്ട് കൊടുത്തു. അപ്പൊ ചെറിയൊരു മുളയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഇത് അവർക്ക് ഇപ്പൊ നല്ലൊരു ഫുഡാണ്. ഇതേപോലെ കടല നന്നായിട്ട് കഴിക്കും. കടല, ചെറുപയർ, പിന്നെ അങ്ങനത്തെ എല്ലാ പയറുവർഗ്ഗങ്ങളും ഉണ്ടല്ലോ. പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാവും. അത് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ അത് കഴിക്കും. പിന്നെ പച്ചക്കറിയിൽ പിന്നെ വള്ളിപ്പയർ എന്ന് പറയുന്ന സാധനം ഞാൻ പറയാൻ വിട്ടുപോയി. അതും കൂടി നന്നായിട്ട് കഴിക്കുന്നവരാട്ടോ അവര്. ക്യാരറ്റും ബീട്രൂട്ടും അല്ലാണ്ട് വള്ളിപ്പയർ എന്ന് പറഞ്ഞിട്ട് സാധാ പയർ വരുന്നുണ്ട്. അതും നല്ല ഇഷ്ടം അവർക്ക്. അപ്പൊ അത് ഞാൻ ഈ നല്ല വേനൽക്കാലത്തൊക്കെ അത് കൊടുക്കണത് നല്ലതാ. അതിന്റെ തോണ്ടിൽ കണ്ടമാനം ജലാംശമാണ്. ഇതിൽ ഈ വെള്ളം വെച്ചിരിക്കുന്നതേ അതും ഒരു പ്രത്യേക രീതിയാണല്ലോ. അത് ഇതൊരു ഓട്ടോമാറ്റിക് ഫീഡറാണിത്. ഇതിൽ നമ്മളിപ്പോ മറ്റേത് അല്ലെങ്കിൽ ഇപ്പൊ ഇത്ര പേർക്ക് ഗേജുകൾക്ക് ഡെയിലി വെള്ളം നമ്മൾ വാഷ് ചെയ്ത് വെക്കണം. പിന്നെ ഇങ്ങനത്തെ പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാലേ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ടുപോയി അതിലിടും. പിന്നെ വല്ല അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് വെള്ളം നാശാവും. വെള്ളത്തിൽ കാട്ടിടും. അപ്പൊ അതൊക്കെ പിന്നെ അവർ കുടിക്കാണല്ലോ. അപ്പൊ അങ്ങനെ അവർക്ക് അസുഖം വരും. അപ്പൊ ഇതാകുമ്പോ എങ്ങനെയാ വെച്ചാൽ ഇതൊരു ബോളാണ് കണ്ട. ഇവിടെ ഒരു ബോളാ. ആ ബോളും ഇങ്ങനെ കുത്തുമ്പോ മാത്രമേ വെള്ളം വരുള്ളണ്ട. വെള്ളം വരുന്നുണ്ട. അപ്പൊ ഇങ്ങടെ ഒന്നും കേറില്ല, വേസ്റ്റ് ആവില്ല. ഇത് നിങ്ങൾ ആ കടയിൽ നിന്ന് ഒരുമിച്ച് വാങ്ങി? ഇതൊക്കെ ഞാൻ ബീച്ചിൽ നിന്ന് തന്നെ മേടിക്കുന്നതാ. ഇങ്ങനത്തെ തന്നെ റെഡിമെയ്ഡ് കിട്ടും. ഇതൊക്കെ ഇത് എനിക്ക് തോന്നുന്നത് ജർമ്മനാണ്, മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. ജിത്തുവേട്ടാ, അപ്പൊ അടുത്ത് നമുക്ക് അറിയേണ്ടത് എന്താ അറിയോ, ഇവർക്ക് എന്താണ് പ്രധാനമായിട്ട് അസുഖം വരുന്നത്, അത് നിങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ഇവരൊരു പുറമേ നിന്നുള്ള ബ്രീഡാണല്ലോ, നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ആൾക്കാരല്ലല്ലോ. സ്വാഭാവികമായിട്ടും അത് എല്ലാവർക്കും അറിയാനുള്ളൊരു ഇതുണ്ടായിരിക്കും. എന്താണ് അതിന് ചെയ്യുന്നത്? ഇതിന്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാലേ അസുഖം വരാണ്ട് നോക്കലാണ് ഇതിന്റെ മെയിൻ ആദ്യത്തെ നമ്മുടെ നടപടി. അസുഖം വന്നാൽ ഇവര് രക്ഷപ്പെടില്ല. എന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ട് രക്ഷപ്പെടില്ല. എന്ന് വെച്ചാൽ കുഞ്ഞു കിളികളാണല്ലോ. അപ്പൊ ഇവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഒന്നും നമ്മളിവിടെ ഇറങ്ങണില്ല.
അപ്പൊ നമ്മള് മെയിൻ എന്ന് പറഞ്ഞാൽ കൂട് ഗേജും അതിൻ്റെതായ പരിസരങ്ങളും നല്ല വൃത്തിയാവണം. അതാണ് ഞാൻ പറഞ്ഞത്, വെള്ളത്തിൽ ഇങ്ങനെ വേസ്റ്റ് വരാൻ പാടില്ല, ഫുഡിൽ അതുപോലെ ഈ പറയുന്ന സീഡിലൊന്നും ഈർപ്പം നിൽക്കാൻ പാടില്ല. അതൊക്കെ നിന്ന് കഴിഞ്ഞാൽ കിളികൾക്ക് കംപ്ലൈന്റ് വരും. പിന്നെ ഇതിന്റെ മെയിൻ അസുഖം എന്ന് പറയുന്നത് കാലാവസ്ഥയ്ക്ക് മാറുന്ന ഒരു പോക്സ് എന്ന് പറഞ്ഞിട്ട് അസുഖം വരും. നമുക്ക് വരുന്ന ഇതുണ്ടല്ലോ ചിക്കൻ പോക്സ്, അതുപോലെ ഇവർക്ക് കണ്ണിന്റെ അവിടെ കാലിന്റെ അവിടെ കുറെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരും. അപ്പൊ അതൊക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കിളികൾക്ക് പകരും. ഇത് പെട്ടെന്ന് പകരുന്നതാ. അപ്പൊ അതിനൊന്നും അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ഇല്ല. കുറെ ആൾക്കാർ ഹോമിയോന്റെ കൊടുക്കും, കുറെ ആൾക്കാർ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കും, കുറെ ആൾക്കാർ ആയുർവേദം കൊടുക്കും. അപ്പൊ എനിക്ക് ദൈവം സഹായിച്ച് ഇതേവരെ അങ്ങനത്തെ ഒന്നും ഇതേവരെ വന്നിട്ടില്ല. പിന്നെ ഇത് വരാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിളികളെ മേടിച്ചിട്ട് വരില്ലേ. അത് കിളികളെ മേടിച്ചിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇപ്പൊ എൻ്റെ ഈ കാണുന്ന ഏവിയറുടെ ഉള്ളിലേക്ക് കയറ്റില്ല ഞാൻ. അതിന് വേണ്ടിയിട്ട് എനിക്ക് പറമ്പിന്റെ ബാക്കിൽ ഒരു കൂട്, അതുപോലെ ഇത്തിരി ഇതിന്റെ അവിടെ നിന്ന് ഇത്തിരി നീങ്ങിയിട്ട് വേറെ 2 കേജ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവിടെയാണ് കൊണ്ടുവന്നതാ. അതിന് പറയണത് ക്വാറന്റൈൻ ചെയ്യുന്നതാണ് പറയാ. അതൊരു 45 ദിവസം നമ്മളിടും. അപ്പൊ നമ്മൾ അവിടെ പോയി തീറ്റ കൊടുക്കും. ഇവരെല്ലാം തീറ്റ എല്ലാം കഴിഞ്ഞ് അവിടെ പോയി തീറ്റ കൊടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. പിന്നെ ഈ കൂട്ടിലേക്ക് വരില്ല. പിന്നെ ഞാൻ കുളി കഴിഞ്ഞിട്ടൊക്കെ ഞാൻ അങ്ങോട്ട് വരുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇതിനെ നിരീക്ഷിക്കും, ഈ കൊണ്ടുവന്നതിന് വല്ല അസുഖങ്ങളും ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോന്ന്. എന്ന് വെച്ചാൽ അസുഖം ഈ കൂട്ടിൽ കയറ്റി കഴിഞ്ഞാൽ വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതാണ് ഈ പോക്സ് എന്ന് പറഞ്ഞ അസുഖവും. അതേപോലെ തന്നെ പിന്നെ വേറൊരു അസുഖമാണ് കണ്ണിന് കേടുവരും. അതും ഇതേപോലെ പെട്ടെന്ന് പകർന്ന് എല്ലാ കിളികളും ചത്തുപോകും. അത് ഈ ഇതേപോലെ തന്നെ കൊണ്ടുവരുന്ന വീടുകൾക്കാണ് കൂടുതൽ. നമ്മുടെ അവിടെ ഇപ്പൊ നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ ഇതായിട്ട് സെറ്റപ്പായ കിളികൾക്ക് അങ്ങനെ അസുഖം വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇതേവരെ അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു വിചാരമുണ്ട് എൻ്റെ കിളികൾ ഇവിടെ സെറ്റായതാണ് വരില്ലാന്ന്. അതെങ്ങനെയാ വെച്ചാലേ ഇത് അസുഖം വരാണ്ടിരിക്കാനുള്ളതാ. അതായത് വരാണ്ടിരിക്കാന്നുള്ള ഇപ്പൊ സാധാരണ ആൾക്കാർ കാൽസ്യം അതിന് വേണ്ടിയിട്ട് മറ്റേ കട്ടിൽ ബോൺ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ കണവനാക്കാണ് കൊടുക്കാം. അതൊന്നും നമ്മുടെ ഈ കിളികൾക്ക് തിന്നാ അങ്ങനെ കാൽസ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ അതിന് ഈ വേഴ്സലേക്കാരെ കാൽസ്യലക്സ് എന്ന് പറഞ്ഞൊരു മരുന്ന് വരുന്നുണ്ട്, പൊടി വരുന്നുണ്ട്. ഇത് അസുഖം വരാണ്ടിരിക്കാനുള്ളതല്ല, ഇത് അവരുടെ ഒരു ഇതാണ്. എന്നതിന് പറയാ കാൽസ്യം. ഒരു വൈറ്റമിൻ ആണത് കാൽസ്യം. അതായത് ഇവര് മുട്ടയിടുമ്പോൾ ഇവരുടെ ശരീരത്തിൽ നിന്ന് കണ്ടമാനം കാൽസ്യം വലിച്ചെടുക്കും. അറിയാലോ, ഇത്ര ചെറിയ കിളി 5-6 മുട്ടയിടുന്നുണ്ട്. അപ്പൊ ഇവര് അതായത് സാധാരണ ഇപ്പൊ എന്നെ കുറെ ആൾക്കാർ വിളിക്കാറുണ്ട്, എല്ലാവരും ഫീമെയിലുകൾ ചാവും. ഒരു മുട്ട കഴിഞ്ഞ പ്രാവശ്യം മുട്ടയിട്ട് ചേട്ടാ ഈ പ്രാവശ്യം മുട്ടയിടാൻ നേരത്തെ ഒരു മുട്ടയിട്ടു, രണ്ടാമത്തെ മുട്ടയിട്ടുമ്പോഴേക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ചത്തുപോയി. അത് ഈ കാൽസ്യത്തിന്റെ കുറവുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ കുറെ ഇപ്പൊ എന്നെക്കാളും ഇതിനെക്കുറിച്ച് അറിയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിച്ചു, എല്ലാ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ഗ്രൂപ്പിലൊക്കെ പറയുന്നതൊക്കെ നമ്മ കേട്ട് അതിന്റെ ഒരു പരിചയത്തിൽ പറയുന്നതാണ്. ഇപ്പൊ എഗ് ബൈൻഡിങ് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ വരും. അതായത് മുട്ടയിടും, മുട്ട ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല, ബാക്ക് ഭാഗം ബൾജ് ചെയ്തിരുന്ന് കിളി തൂങ്ങി ചാവും. അതൊക്കെ ഈ കാൽസ്യത്തിന്റെ കുറവും അങ്ങനത്തെ കുറെ ഇതുകൊണ്ടാണ് ഇവർക്ക് ആവശ്യമുള്ള. ഇപ്പൊ നമ്മൾ സീഡ് മാത്രം കൊടുത്തോണ്ട് ഇവർക്ക് ആവശ്യമുള്ള തെറ്റില്ല. ഇപ്പൊ നമ്മൾ തന്നെ 100,000 ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. ഇത് വെറുതെ ഇവർക്ക് ഇത് മാത്രം കൊടുത്താൽ അവർക്ക് എല്ലാ വിറ്റമിനും അതിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഇതിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു ടീസ്പൂണിന്റെ ഉള്ളിൽ 5 ഗ്രാം. അത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സ് ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെയാണ് ഇത് കാൽസ്യമാണ്. ഇതിന് ഒരു 2000 അത്രയ്ക്ക് വരും. ഇത് 500 ഗ്രാം ഉണ്ട്. ഇതെല്ലാം ബെൽജിയാണ്. ഇതൊക്കെ ബെൽജിയം പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഈ ഇന്ത്യയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കുള്ളതൊന്നും ഇല്ലാത്ത കാരണേ ഇന്ത്യയിൽ ഇങ്ങനത്തെ മെഡിസിൻ ഒന്നും ഇല്ല. ഇവിടെ ഉണ്ടാക്കുന്ന മെഡിസിൻ ഈ പട്ടിക്ക്, പൂച്ചയ്ക്ക്, കോഴിക്ക്, അതല്ലേ നമ്മുടെ അവിടെ കൂടുതലായിട്ട് ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യണുള്ളൂ. ഈ കിളികൾ എന്ന് പറയുന്നത് ഈ എക്സോട്ടിക് ബേഡ്സിനൊന്നും അങ്ങനെ വ്യവസായ അടിസ്ഥാനത്തിൽ ആരും ചെയ്യുന്നില്ല. ഇതൊക്കെ ഒരു ഹോബിയാണ്. അപ്പൊ ആ റേഞ്ചിലായ കാരണം മരുന്നില്ല. അതല്ല ഇപ്പൊ പുറത്തുനിന്ന് വരുന്നത്. ഇപ്പൊ ഇതാണ് കാൽസ്യത്തിന്റെ, ഇതാണെങ്കിൽ പ്രോയോബയോട്ടിക് എന്ന് പറയും. അതായത് ഇതേ വിരക്കി കൊടുക്കണം. വേമോട്ട് ജെല്ല് എന്ന് പറയുന്ന ഒരു മെഡിസിനാണ്. ഇതിനൊരു 3000-4000 വിലയുണ്ട്. ഞാനിതൊക്കെ ഇതിന് പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ചാല് നമ്മ ഈ വിലയൊന്നും പറയുന്ന നോക്കിയിട്ട് കാര്യമില്ല. 2500-3000 എന്നൊക്കെ പറഞ്ഞാലും ഒരു കിളിയുടെ കാശുള്ളൂ ഇതൊക്കെ. പക്ഷെ ഈ സാധനം നമുക്ക് 3-4 കൊല്ലം ഉപയോഗിക്കാം. ഇതൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി വെച്ച് കൊടുത്താൽ മതി ഈ കിളികൾക്ക്. അപ്പൊ എല്ലാവരും ഷെയർ ആയിട്ടോ അങ്ങനെയൊക്കെ മേടിച്ചു കഴിഞ്ഞാലും ഉപയോഗിക്കാം. ഇതെന്ന് പറയുന്നത് പിന്നെ ഈ മേടിക്കുന്ന സാധനങ്ങൾക്ക് എക്സ്പിരി ഡേറ്റ് 3-4 കൊല്ലം ഉണ്ടാവും. നമ്മുടെ ഇവിടുത്തെ പോലെ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം അങ്ങനെയല്ല. ഇതൊക്കെ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം. ഇപ്പൊ ഇതന്നെ എക്സ്പിരി ഡേറ്റ് എന്ന് പറയുന്നത് 2027 അല്ല 2020 ഇത് എക്സ്പിരി ഡേറ്റ് ആവുള്ളൂ. 2017 ആണ് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ 17, 19 ഇത്ര കൊല്ലായില്ലേ. ഞാനിത് അന്ന് മേടിച്ചതാ. അപ്പൊ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ.
ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഇതുമില്ല. അപ്പോൾ ഈ വേമൗട്ട് ജെല്ല് കൊടുക്കുമ്പോഴേ, അതായത് വിരയ്ക്കുള്ള മെഡിസിനുകൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ആൽബം മാറി ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ പട്ടിക്ക് പൂച്ചയ്ക്ക് കോഴിക്ക് കൊടുക്കണ മെഡിസിനുകളൊക്കെ ഉണ്ട്. അതൊന്നും കിളിക്ക് അതിൻ്റെ കറക്റ്റ് അളവ് നമുക്കറിയില്ല. നമ്മളൊരു ഉദ്ദേശം വെച്ച് എല്ലാവരും കൊടുക്കുന്നു അതുള്ളൂ. ഇതൊക്കെ കറക്റ്റ് അളവ് അവർ പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു പ്രസ്സിങ്ങിൽ 1 ml വരാം. അപ്പം 2 പ്രസ്സിങ് 2 ml, അത് 150 ml വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കിളി കുടിക്കുന്ന എത്ര വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിലാണ് ഞാൻ ഇതിങ്ങനെ വെക്കുക. ഫീഡറുകൾ കണ്ടില്ലേ, ആ ഫീഡറിൽ വെക്കും. ഇതൊരു 6 മാസമൊക്കെ എത്തുമ്പോൾ ഞാൻ കൊടുക്കും ഒരു പ്രാവശ്യം. ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളികൾ പിറ്റേ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൂങ്ങിയിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ വിരകളും, അതായത് അവർക്ക് ആവശ്യമുള്ള വിരകളുണ്ട്. അവർക്ക് ഈ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനുള്ള വിരകൾ അണുകളൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ചത്തുപോകും. അപ്പോൾ അവർക്ക് ഭയങ്കര ക്ഷീണവും. അപ്പം ഫുഡ് കൊടുക്കാൻ പറ്റും. ഫുഡൊക്കെ നമ്മൾ കൊടുക്കും. ഈ സീഡൊക്കെ ഫുൾ ടൈം ഉണ്ടാവും. വെള്ളത്തിന് പകരം ഈ ഇതായിരിക്കും, ഈ വരേനെ മരുന്നായിരിക്കും കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രയോബയോട്ടിക് എന്ന് പറയും. അതായത് നമ്മുടെ തൈരും അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പം എല്ലാവരും തൈരും കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കിളികൾക്കുള്ള സാധനം. എനിക്കെന്ന് പറഞ്ഞാൽ കിളി എന്ന് പറയുന്നത് ബിസിനസ് അല്ല, ഇതൊരു ജീവനാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്നതിലും കൂടുതൽ ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുക, സൗണ്ടും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ആൾക്കാരെ അറിയാലോ, എല്ലാം നമുക്ക് മേടിച്ച് തന്നെ ആരോടും ചോദിക്കണ്ട. അപ്പോൾ അതേപോലെ അപ്പോൾ ഞാൻ ഇത് പ്രയോബയോട്ടിക് എന്ന് പറയും. അതായത് ഇതെന്ന് പറയുന്നത് ഇതും ഇതേപോലത്തെ അവരുടെ ഉള്ളിലുള്ള ഒരു വേംസാണിത്, അണുക്കളാണിത്. ഇത് വെള്ളത്തിലിട്ട് അവർക്ക് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇതിപ്പോൾ വെള്ളത്തിൽ ലെഗ് ഫുഡിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ നേരത്തെ നശിച്ചുപോയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്നുണ്ടാവും. നമ്മൾ റെഡിമെയ്ഡായിട്ട് കൊടുക്കാണ്. അല്ലെങ്കിൽ അത് അവർ കഴിച്ചിങ്ങനെ ഉണ്ടായി വരണം. അപ്പോഴേക്കും ചിലപ്പോൾ കിളി വീക്കാവും. കിളി ഓൾറെഡി ക്ഷീണിച്ചാണല്ലോ ഇരിക്കണേ. നമ്മൾക്കാണെങ്കിൽ എന്തെങ്കിലും ഇത് പനിയൊക്കെ വരുമ്പോൾ ആന്റിബയോട്ടിക് കഴിച്ചാൽ ഭയങ്കര ക്ഷീണം ഉണ്ടാവില്ലേ, അതേപോലത്തെ ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ക്ഷീണം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി സൈഡ് വേറെ ഗുളിക എഴുതി തരും ഡോക്ടർ, ഗ്യാസിനൊക്കെ. അപ്പോൾ ഇത് അതേപോലത്തെ പ്രയോബയോട്ടിക് എന്ന് പറയും. അപ്പോൾ ഇതൊരു 5 ദിവസം കൊടുക്കാം. പിന്നെ ഇത് മറ്റേ ഇത് കൊടുത്തിട്ട് മാത്രമല്ല, നമുക്കല്ലാണ്ടും കിളി ക്ഷീണമായിട്ടിരിക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും ഇത് കൊടുക്കാം. അവർക്ക് നല്ലൊരു ഇതായിട്ട് കിട്ടും പ്രയോബയോട്ടിക്. ഇതിനൊരു 3000 വരും. പിന്നെ ഇതൊക്കെ അതേപോലത്തെ തന്നെ. ഇതൊക്കെ ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ ഇക്കരന്ന് മേടിച്ചത്. ഇതൊക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇത് വെറ്റാഫാം എന്ന് പറയുന്ന കമ്പനിയിലാ. ഇതൊക്കെ നല്ല പ്രൊഡക്റ്റാണ്. പക്ഷെ 100 ഗ്രാമൊക്കെ ഉള്ളൂ വേണ്ട. ഇതിന് പക്ഷെ 1500 രൂപ, അല്ല ഇതിന് എനിക്ക് തോന്നുന്നു 1700 രൂപയുടെ വില. അതേസമയം ഇത് 200 ഗ്രാമാണ്. നമുക്കൊരു 3000 രൂപയൊക്കെ അല്ലേ ഉള്ളൂ. 2900 രൂപയ്ക്ക് ഞാൻ ഇന്നാൾ മേടിച്ചത്. അപ്പോൾ ഇത് വെറ്റാഫാം നമ്പർ 1 കമ്പനിയാണ്. ഇത്തിരി വില കൂടുതലാണ്. അപ്പോൾ വേഴ്സിലേക്ക് ആകുമ്പോൾ ഇത്തിരി വില കുറവുണ്ട്. ഇത് അതുപോലെ മൾട്ടിവിറ്റമിൻ കൊടുക്കും. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ സാധാരണ ബ്രീഡർമാർ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരൊക്കെ വിമറാള് അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന A to Z, അതൊക്കെയാണ് സാധാരണ ഇവിടുത്തെ മൾട്ടിവിറ്റമിൻ ആയിട്ട് ആൾക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് റെഡിമെയ്ഡ് ഇവർക്ക് വരുന്ന ഒമിനിവിറ്റ് എന്ന് പറയുന്ന വേഴ്സിലേക്കാരെ ഒരു മൾട്ടിവിറ്റമിനാണ്. അപ്പോൾ അത് കൊടുക്കും. പിന്നെ ഇവരുടെ മേത്ത് ഫാൻ ഉണ്ടാവും. അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ കോഴിക്ക് അടിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ആൾക്കാർ മേടിച്ചടിക്കുന്നത്. ഇതാകുമ്പോൾ ഏവിയൻ ലിക്വിഡേറ്റർ, അതായത് വെറ്റാഫാം ഈ കിളികൾക്ക് ഇറങ്ങണ ഏറ്റവും നല്ല കമ്പനിയിലെ ഒരു 2 ഉൽപ്പന്നങ്ങളാണ് ഇത് രണ്ടും. ഈ വേമൗട്ട് ജെല്ലും ഈ വെറ്റാഫാമിൻ്റെ ഈ ഫാനിൻ്റെ സാധനം. ഇത് രണ്ടും ഇത് നമ്മളൊരു 950 ml വെള്ളത്തിൽ ഒരു 50 ml മിക്സ് ചെയ്ത് അടിക്കണം. ഇത് എനിക്ക് തോന്നുന്ന ഒരു 4000-5000 ഇടയിലാണ്ട് വിലയുണ്ട് 1/2 ലിറ്ററിന്. അപ്പൊ നമ്മൾ എന്തെന്ന് വെച്ചാൽ എൻ്റെ ഇത്ര വെച്ച് അധികം കിളിയുള്ള കാരണം ഇത് ഓരോ പെയറിന് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഒറ്റയടിക്ക് 5000 പോവും. അപ്പൊ ഞാൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കിളികളും പിടിച്ച് ട്രാവലിംഗ് കേജിലിടും, എന്നിട്ടോ അടിക്കും. അപ്പൊ നമുക്കിതൊരു 1/2 ലിറ്റർ കൊണ്ട് ഒറ്റയടി അടിച്ച് അവസാനിപ്പിക്കാം. പിന്നെ 6 മാസം കഴിച്ചാൽ മതി. അതുകൊണ്ടാണ് 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണത്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്നോളൂ, നമ്മൾ പിന്നെ ഇത് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഫെർട്ടിലിറ്റി എന്ന് പറയും. ചില കിളികൾക്ക് ഫെർട്ടിലിറ്റി ഉണ്ടാവില്ല. മുട്ടയിടുമ്പോൾ മുട്ടയുടെ ഉള്ളിൽ ഫെർട്ടിലിറ്റി ഉണ്ടാവില്ല. അപ്പം എന്നാ വെച്ചാൽ നമ്മൾ ബ്രീഡിങ്ങിന് വെക്കുമ്പോൾ ബ്രീഡിങ്ങിന് വെച്ച അന്ന് തൊട്ട് ഇത് 1 ഗ്രാമാണ് കേട്ടോ. 1 ഗ്രാം കൊടുത്താൽ മതി 250 ml വെള്ളത്തിൽ. 1 ഗ്രാം എന്ന് പറയുന്ന അളവ് എന്ന് പറയുന്നത് ഇതാണ് ടീസ്പൂൺ. കണ്ടോ, ഈ ഒരു ടീസ്പൂൺ മതി. അത് 200 ഗ്രാമിന്റെ ടിന്നാണ്. ഇതിനെത്ര 2000 വരെ അടുത്താണ്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടീസ്പൂൺ മതി 250 ml വെള്ളത്തിൽ. ഒരു കിളി 2 ദിവസം വെള്ളം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു 40 ml താഴെ വെള്ളം കുടിക്കുള്ളൂ. അത് ഞാൻ ഈ ഫീഡറിലാണ് വെക്കുക. ഒരു 25 ml 30 ml ആണ് 2 ദിവസം കൊണ്ട് കുടിക്കുള്ളൂ. അപ്പൊ ഞാനിതിങ്ങനെ 250 ml വെള്ളത്തിലേക്ക് ഇത് 1 ഗ്രാം വെച്ച് ഒഴിച്ച് കലക്കി എന്ന് നമ്മൾ ബോക്സ് വെക്കിന് അന്ന് തൊട്ട് ഇത് കൊടുക്കും. ഇത് എന്നിട്ട് ആദ്യത്തെ മുട്ട ഇടുന്ന ദിവസം ഉണ്ടല്ലോ, അന്ന് വരെ ഇത് കൊടുക്കാൻ പാടുള്ളൂ ഈ ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന സാധനം.
അപ്പൊ ചില കിളികൾക്ക് അത് ഫെർട്ടിലിറ്റി ഇല്ലാത്തവർക്ക് മാത്രം കൊടുത്താൽ മതി. എന്നാലും ഞാനിപ്പോ ഇതുള്ള കാരണം ഞാനിപ്പോ എല്ലാ കിളികൾക്കും വെച്ചു. എല്ലാ കിളികളും ഇപ്പൊ മുട്ടയിട്ടപ്പോ ഞാൻ നിർത്തി. ജിത്തുവേട്ടാ, ഇനി ഞാനൊരു കാര്യം ചോദിക്കാം. അതായത് ഇവിടെ ഇങ്ങനെ ഇത്രയും കിളികൾ ഉള്ളതുകൊണ്ട് ഇവരുടെ കാഷ്ടം ഫുഡിന്റെ വേസ്റ്റ് ഇതൊക്കെ വന്നിട്ട് ഇവിടെ സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അത് മാത്രമല്ല ഇതിന് ഒരുപാട് അസുഖങ്ങളും വരും അതിനെ കൂടിക്കിടന്ന്. അപ്പൊ ഇത് ക്ലീൻ ചെയ്യുന്ന പരിപാടി എങ്ങനെയാണ്? അതെന്ന് പറഞ്ഞാലേ ഇവര് ഇപ്പൊ ഇത്രയ്ക്ക് കിളികളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ചേട്ടന് ഇതിന്റെ സ്മെല്ലൊന്നും വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവർക്ക് സ്മെല്ല് കുറവാണ്. ഈ പ്രാവിന്റെയോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ കിളികളെ അപേക്ഷിച്ച് ഈ സ്മെല്ല് കുറവാണ്. ഇതിന് സ്മെല്ല് വരുന്ന ബ്രീഡിങ് ടൈം ഉണ്ടല്ലോ, മുട്ടിട്ടിരിക്കുന്ന സമയം, അപ്പോഴാണ് ഇവർക്ക് ചെറിയൊരു സ്മെല്ല് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അടിയിരുന്നിട്ട് ആ ബോക്സിന്റെ ഉള്ളിൽ മുട്ടിട്ട് അല്ല മറ്റേ കാട്ടിടില്ല, അവർ പുറത്ത് വന്നിട്ടാണ് ഇടുക. അപ്പൊ അതിന് ഇത്തിരി അത് പിടിച്ചിരിക്കുകയാണല്ലോ കുറെ നേരം. ഇപ്പൊ കോഴി തന്നെ ഉണ്ടല്ലോ പൊരുന്നിരുന്ന് കഴിഞ്ഞിട്ട്, അതേപോലെ കിളിയും പൊരുന്നിരുന്ന് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞ് പുറത്ത്, അപ്പോഴാണ് ചെറിയൊരു സ്മെല്ല് ഉണ്ടാവുള്ളൂ. എന്നാലും അത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ ചേട്ടൻ അറിയാം ഇത്രയ്ക്ക് പേരുകൾ എൻ്റെ അവിടെ ഒരു 30 പേര് ഇപ്പൊ ബ്രീഡ് മുട്ടിട്ടിരിക്കുന്നത്, അങ്ങനെ ഒരു സ്മെല്ലൊന്നുമില്ല. പിന്നെ ഇത് ക്ലീനിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇതിൽ ഒന്നാമതിൽ ഇതിന് പൊടി കാര്യങ്ങളൊന്നും ഇല്ല, കാട്ടത്തിനൊന്നും വലിയ കുഴപ്പമില്ല. കണ്ടോ, ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേപ്പർ ഇട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇത് പുതിയൊരു ഇതിന്റെയാണ്. സാധാരണ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ വേസ്റ്റ് വരാം. ഇതൊക്കെ തെനേരെ പൊടി ഞാൻ കൊടുത്താണ്, ഗോതമ്പിന്റെ. ഇതൊന്നും ഇവർക്ക് രണ്ടാമത് തിന്നാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ നമുക്കിത് അറിയാം. നോക്കുമ്പോൾ കണ്ടമനം വേസ്റ്റ് ആയിന്നുണ്ട് കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് പേപ്പർ അങ്ങോട്ട് മടക്കി കാട്ടി കളഞ്ഞിട്ട് പുതിയ പേപ്പർ ഇതേപോലെ ഇടും. എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് ഇതിന് ഇപ്പൊ അറിയാലോ, ഇതിന് വലിച്ചു കൊടുക്കുന്നു, പേപ്പർ ഒരു മറ്റേ എന്തെങ്കിലും ഒരു പാത്രം വെക്കുന്നു. ഈ കൂട് മേടിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ട്രേ കിട്ടും, പിന്നെ ഇതേപോലത്തെ 2 പാത്രങ്ങൾ കിട്ടും. ഇതൊന്നും കിട്ടില്ല, ഇതൊക്കെ എക്സ്ട്രയാണ്. ഇനി ഒരു പ്രധാന കാര്യം ചോദിക്കണം, എല്ലാവർക്കും ഒരു സംശയമുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മള് ഇപ്പൊ നിങ്ങൾ ഇത്രയും വൈഡായിട്ടൊരു സാധനം ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയും കിളികളുണ്ട്, ഇങ്ങനെ ഒരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ വളർത്താനേ നിങ്ങൾക്ക് ലൈസൻസ് ആവശ്യമില്ലേ? ഇപ്പൊ ഇന്നാളിപ്പോ ഗവൺമെന്റ് പറയണ്ട ഈ എക്സോട്ടിക് ബേർഡ്സിനൊക്കെ ലൈസൻസ് കാര്യങ്ങളൊക്കെ വേണമെന്ന്. നമ്മൾ പക്ഷെ ഇത്രയ്ക്ക് കിളികൾ വളർത്തുന്നുണ്ടെങ്കിലും ആഫ്രിക്കൻ ലവ് ബേർഡ്സ് മാത്രമാണ് നമ്മുടെ ഉള്ളത്. ഈ വലിയ ബേർഡ്സുകളുണ്ട്, ഈ മെക്കാവോസ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ, അതിനൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന അതിന് ലൈസൻസോ ഇമ്പോർട്ടഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ബേർഡുകൾക്ക് അങ്ങനത്തെ ഒരു വിഷയം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ ബേർഡുകൾക്ക് ഇപ്പൊ ഇൻഷുറൻസ് എടുക്കാനോ ലൈസൻസ് എടുക്കാനോ അങ്ങനെയൊന്നുള്ളൊരു നിയമ നടപടി ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. നല്ല രീതിയിൽ നമ്മളോട് ജിത്തുവേട്ടൻ പറഞ്ഞു തന്നു. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ. അത് മാത്രമല്ല പുള്ളി വളരെ നന്നായിട്ട് സഹകരിച്ച് നമ്മുടെ കൂടെ ഉണ്ടായി. അപ്പോൾ ജിത്തുവേട്ടനോട് നന്ദി പറയണം. നമ്മളെന്തായാലും ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാവുക, നിങ്ങൾ തുടർന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. നമ്മളെ ഈ വീഡിയോ എല്ലാം ഷെയർ ചെയ്യുക. ജിത്തുവേട്ടനെ വിളിച്ചിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.